Hi, I am Paul. Welcome to Starfit. നമ്മൾ എല്ലാ എപ്പിസോഡ്സിലും ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാവും. സെലിബ്രിറ്റീസ്, മോഡൽസ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉള്ളത് ഷീസ് എ സ്വാഗർ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു പൂർണിമ വിശ്വനാഥ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. സ്വാഗർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, എന്തേ സ്വാഗ്? ടെൽ മീ. സ്വാഗ് ഇസ് എ വെരി കൂൾ മീനിങ്. അതാണ് അതിൻ്റെ മീനിങ്. ഇറ്റ്സ് ലൈക്ക് വെരി കൂൾ, സ്റ്റൈലിഷ് എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷേ അതിൻ്റെ സ്പെല്ലിംഗ് SWAG എന്നാണ്. അപ്പോൾ അതിനൊരു കുറച്ചൊരു എന്തൂസിയാസം അല്ലെങ്കിൽ ഒരു സെസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ എസ് മാറ്റി ഞാൻ ഇസഡ് ആക്കിയത്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു യുണീക്നെസ് വരണമെങ്കിൽ, ആ പേര് യുണീക്നെസ് വരണമെങ്കിൽ ഐ ജസ്റ്റ് ആഡഡ് another G. So that's basically the idea behind the name of Swag. That's really a cool name. Swag. Thank you so much. ഫിറ്റ്നസ് ലൈഫ് തന്നെയാണ് സ്വാഗറിൻ്റെത്. അതായത് നമ്മളിപ്പോൾ ജിമ്മ് കണ്ടിട്ടുണ്ട്, സ്വിമ്മിങ്, ബാഡ്മിൻ്റൺ, ഫിറ്റ്നസിൻ്റെ എല്ലാറ്റും. ബട്ട് സ്വാഗിങ് like a swag. Correct. Every fitness should also be considered as a very cool part of your lifestyle. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലാണ് സ്വാഗ് എന്ന് പറഞ്ഞത്. എനിത്തിങ് ദറ്റ് യു ഡു ഷുഡ് ബി വിത്ത് എ സ്വാഗ്, എനിത്തിങ് ദറ്റ് യു ഡു ഷുഡ് ബി സ്റ്റൈലിഷ്. അങ്ങനെ ഒരു എന്തൂസിയാസമോടെ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് സ്വാഗ് വിത്ത് ഫിറ്റ്നസ് മൈൻഡ്. ലൈക്ക് ഒരു ഡേ ടു ഡേ ലൈഫിൽ ഫിറ്റ്നസ് കൊണ്ടുവരിക, അതാണ് സ്വാഗിന്റെ മീനിങ്. കറക്റ്റ് കറക്റ്റ്. How it be like more to a normal persons? എത്രത്തോളം എത്തുന്നുണ്ട്? Correct. So the primary point behind a person not getting into fitness as a daily activity is because they lack in motivation. So they lack motivation is basically because they don't have any variety in their fitness formats. ഇപ്പോൾ നമ്മളൊരു ജിമ്മിൽ പോയാൽ മൺഡേ ചെസ്റ്റും ഷോൾഡേഴ്സും ചെയ്യൂ, ട്യൂസ്ഡേ ലെഗ്സ് ചെയ്യൂ. സോ അത് നല്ലതാണ്, ഇല്ലയെന്നാരും പറയുന്നില്ല. പക്ഷേ അതൊരു വെറൈറ്റി കൊണ്ടുവരാത്ത കാരണം കുറേ ആൾക്കാർക്ക് അത് ബോറടിക്കുകയാണ്, മോട്ടിവേറ്റഡ് ആവുന്നില്ല. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു ട്രെൻഡ്. പക്ഷേ ഫിറ്റ്നസ് കൺവെൻഷണൽ ആണ്, നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് പുതിയ ഫോമാറ്റ്സ് വരുന്നുണ്ട്, ആ കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഫോമാറ്റ്സ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ചേരാൻ പറ്റിയാൽ, നമ്മൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് മനസ്സിലാക്കാം, ഫിറ്റ്നസിനെ കുറിച്ച് കുറച്ചുകൂടെ അവയർനെസ് വരും. നമുക്ക് എന്താണ് ഫിറ്റ്നസ്, എനിക്ക് ഏത് ഭാഗമാണ്, എനിക്ക് എന്താണ് ഇഷ്ടം, ചെയ്യാൻ എന്താണ് ഇഷ്ടം. പലർക്കും റണ്ണിങ് മാരത്തോൺ ഇഷ്ടമാണ്, പലർക്കും സൈക്കിൾ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എന്തൊരു ആക്ടിവിറ്റിയിലും നമ്മൾ മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ആ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കൺവെൻഷണൽ ഫോമാറ്റിലേക്ക് നമ്മൾ ബൈ ഡിഫോൾട്ട് മോട്ടിവേറ്റഡ് ആയിക്കോളും, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ആയി മാറും. അപ്പോൾ നമ്മൾ സൈക്ലിംഗ് ചെയ്യാൻ പറ്റുന്നില്ല, നീ പെയിൻ വന്നു തുടങ്ങി. കാരണം സൈക്കിൾ മാത്രം ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നീ പെയിൻ വരും. പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഫിറ്റ്നസ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓക്കെ, എനിക്ക് സൈക്ലിംഗ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ആക്ടിവിറ്റി ചെയ്താലേ പറ്റും. അപ്പോൾ ഈ പറയുന്ന ചെസ്റ്റും ഷോൾഡേഴ്സും ലെഗ്സും ഒക്കെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നന്നായിട്ട് സൈക്കിൾ ചെയ്യാൻ പറ്റുക. സോ ദാറ്റ് മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ദ സ്വാഗ് ഇൻ ഇറ്റ്, ദാറ്റ് ഈസ് ദ ഫൺ എലമെൻറ്റ് ഇൻ ഇറ്റ്. സോ ഫോർ മീ വാട്ട് മോട്ടിവേറ്റ്സ്, അല്ലെങ്കിൽ ടു മീ എന്താണ് സ്വാഗ് എന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഹാസ് ടു ഹാവ് എ ഫൺ എലമെന്റ് ഇൻ ഇറ്റ്. എന്നാൽ മാത്രമേ ഞാനത് എൻജോയ് ചെയ്യുള്ളൂ. സോ സ്വാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂൾ, ഫൺ, സ്റ്റൈലിഷ് വർക്കൗട്ട്. കറക്റ്റ്. എങ്ങനെയുണ്ട് സ്വാഗിങ്? ലൈക്ക് സ്വാഗിങ് എന്ന് പറയുമോ? സ്വാഗിങ് പറയില്ല, സ്വാഗിങ് എന്ന് പറയില്ല, ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു ടേം പോലെ ഉള്ളത് സ്വാഗിങ്, സ്വാഗ്. സോ നോർമലായിട്ടുള്ള എല്ലാ പേഴ്സണാലിറ്റീസിനും ഈ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യുക, ഈ ജിമ്മ് പണ്ട് തൊട്ടേ ഒരു ട്രഡീഷനാണ്. ലൈക്ക് ഫിറ്റ്നസ് വേണമെങ്കിൽ ജിമ്മിൽ പോകണം. ജിമ്മിൽ അവിടെ നമ്മളുടെ വി ഹാവ് എ ഗുഡ് ട്രെയിനർ ദേർ വിത്ത് ഓൾ ദ റെസ്പെക്ട്. ബട്ട് most of the people don't like that. It's the same black and white color. But from here, ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഫുൾ കളർഫുൾ ആണ്. പച്ച, മഞ്ഞ, ഇഷ്ടം പോലെ കളറാണ്. എന്ത് കളർ വേണം പറഞ്ഞാൽ സോ അപ്പൊ എന്റെ ആദ്യ മൈൻഡിലൊന്ന് സ്വാഗ് എന്ന് പറഞ്ഞാൽ സുംബയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഫോർ മേ ഒരു ആണുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ, സുംബ ആണുങ്ങൾക്ക് വളരെ ഒരു ഈഗോ, ഡാൻസ് വേണ്ട, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ സുംബ ആണോ സ്വാഗ്? അല്ല, ഡെഫിനറ്റ്ലി അല്ല. സ്വാഗ് ഇസ് എ കോൺസെപ്റ്റ് ഓഫ് ഫൺ, എന്തൂസിയാസം, ഫിറ്റ്നസ് ആണ് ബേസിക്കലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ സുംബ ഒരു ഫോമാറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫോമാറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഡാൻസ് വഴി ഫിറ്റ്നസ് കണ്ടുപിടിച്ച ഒരാളാണ്.
ഞാൻ ഡാൻസിലാണ് തുടങ്ങിയത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്ലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ബെറ്ററായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല ട്രഡീഷണൽ കോൺസെപ്റ്റ്സും ഫോളോ ചെയ്യണം. അതുപോലെ സുംബ മാത്രം ചെയ്തുകൊണ്ട് എനിക്കൊരു ഫിറ്റായ ഒരു ലൈഫ് സ്റ്റൈൽ, എനിക്ക് ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ വരണം നിർബന്ധമില്ല. അപ്പം അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻഗേജ് ആയൊരു ഫോമാറ്റാണ് ബാക്കിയുള്ള കൺവെൻഷണൽ ഫോം ഓഫ് ഫിറ്റ്നസ്. പക്ഷേ എനിക്ക് അട്രാക്ഷൻ ഫിറ്റ്നസ് ആണ്, ഐ മീൻ സുംബയാണ്. എനിക്ക് അട്രാക്ഷൻ തന്നത് അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് തന്നത് സുംബയാണ്. ഫിറ്റ്നസ്സിലേക്ക് ഒരു എൻട്രി തന്നത് സുംബയാണ്. അപ്പോൾ സ്വാഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു സുംബ ഇൻസ്ട്രക്ടറായിട്ടാണ് എൻ്റെ ഫിറ്റ്നസ് ജീവിതം തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് സുംബയെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ എനിക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞാൻ സുംബയിലൂടെയാണ് പല കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഫിറ്റ്നസ് ഫോളോ ചെയ്യാൻ തുടങ്ങിയ പോലെ തന്നെ എനിക്ക് ബാക്കിയുള്ളവർക്കും അത് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ അങ്ങനെയാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് തുടങ്ങിയത്. ദാറ്റ് ഈസ് എനിത്തിങ് ദറ്റ് ഇപ്പോൾ ജിമ്മിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ എക്വിപ്മെൻറ്റ്സ്, ഐ മീൻ മെഷീൻസ് ഒന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. ഫ്രീ വെയ്റ്റ് ട്രെയിനിങ് ആണ് ഇവിടെ ബേസിക്കലി ചെയ്യുന്നത്, ആൻഡ് ഓൾസോ സർക്യൂട്ട് ട്രെയിനിങ്. സോ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്യുക. That is not just a personal trainer and a client relationship. It is a group of people and a trainer relationship. അപ്പോൾ ഒരുപാട് പേർക്ക് fun, you can have fun, you can work out, you can push each other, you can motivate each other, so you can do all that. Okay. Yeah, from the certified trainer കൂടിയാണ്. Absolutely. And you can take my word. Yes, that's it. Mark the words. Yes. Again, so ഇന്നത്തെ എപ്പിസോഡിൽ again we are going to do a workout with her. So what's in the table? It's interesting. It's going to be an explosive workout. Yeah, I am looking to that. വളരെ ഈസി വർക്കൗട്ട് ആണെന്നാണ് ഞാൻ യൂഷ്വലി നിങ്ങൾക്ക് എല്ലാവരും പറയാം. ഞാൻ ഈസി വർക്കൗട്ട് എന്ന് വരുന്ന ദിവസമൊക്കെ എന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. Again, let us see what's happening. എന്തൊക്കെയാണ്? Okay, we have a weight training today, and we also have some എന്താ പറയുക ജിംനാസ്റ്റിക്സ് ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് അതിൽ ബേസിക് വെയ്റ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഫോർ ടൈം ഒരെണ്ണം ചെയ്യുന്നത്. നമ്മൾ ഒരു പെർട്ടിക്കുലർ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ടൈമിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ടൈം പീരീഡ് വെക്കില്ല, ബട്ട് വി വിൽ സീ ഇഫ് ബോത്ത് ഓഫ് us are working out what is your best time, what is my best time. ഇപ്പോൾ നമ്മളൊരു 10 റെപ്പിറ്റീഷൻസ് ചെയ്യണമെങ്കിൽ നമ്മളത് എത്ര മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. ആ ഒരു എക്സ്പ്ലോസീവ്നെസ് ആണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ കാണിക്കേണ്ടത്. ദാറ്റ് ഈസ് വൺ ടൈപ്പ് ഓഫ് വർക്കൗട്ട്. ദി അതർ വർക്കൗട്ട് ഇസ് ഹൗ മെനി റൗണ്ട്സ് കെൻ യു ഡു വിത്ത് എ കോമ്പിനേഷൻ ഓഫ് വർക്കൗട്ട്. ഹൗ മെനി റൗണ്ട്സ് കെൻ യു കണ്ടിന്യൂസ്ലി ഡു ഇറ്റ്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലങ് കപ്പാസിറ്റി. How much of your lung capacity is good? എൻ്റെ ലങ് കപ്പാസിറ്റി എന്താണെന്ന് ഇന്നറിയാം. പക്ഷേ ആക്ച്വലി സ്വാഗ് വർക്കൗട്ട് ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം മൈൻഡിൽ വന്നത് സ്ഥിരം ഉണ്ടാവുന്ന തോന്നൽ dance ആണ്. You could compare. So what I do usually is energy levels are very high when I complete this workout. As I finish this workout, I put some music and I dance. Okay. So that is the level of happiness I have when I finish these workouts. Okay. So you can still expect it could also happen. Let us see and see what's happening. Yes, okay. Sure. Bye. So, another workout special with a swagger. Again, starting. Okay, the first one is weight training, which is hang, clean, and a press. Okay. So that is what we're going to do now. Shoulder width stance. All right. So this is a hang mode. From here, you kind of slightly dip, a slight bend on your knees. So from here, we clean. Okay. And from here, we press. Do we need to jump? No. It's a push press. Okay. So that is why I did a... So if it is a lower weight, you don't have to push. You can just directly press it up. Okay. Since it's a little heavy, I'll have to do a push press. Okay. That's all. So once again, so it's a small dip. You don't have to dip if you go. Because yours is a lighter weight, I guess. From here... Yeah, I am using only 7.5 kg. From here, kind of push press. And you bring it down. And
That's about it. Okay. So this is the first one. And the second one will be a weighted squat. You bring your elbows forward, not towards the side, forward. As comfortably as possible, you go down on a squat. And next one. Next is a squat. It's again a weighted squat. You bring your elbow forward, go as low as possible, and then you come up. When you come up, you have to use your legs. Push your legs as much as you can. With the help of the legs is when you come up, because you have weights with you. ഈ വർക്കൗട്ടിൽ ഏറ്റവും കുറച്ച് വെയിറ്റ് ഞാനാണ് യൂസ് ചെയ്യുന്നത്. ഈസ് ക്യാരിങ് 10 kg per dumbbell. I'm just 7.5. No, that's absolutely all right. It depends on your comfort zone as to how much do you want to lift. We don't want to lift too much weight. Correct. We want to do it in a proper way. Correct. The postures have to be nice. Go. So that was a hell of a workout. Like I thought it will be simple, but proper 30 seconds rest illarunnu a workout complete cheyidu. 3 set ullu, but the same 21 rep, 15 rep and 9 rep. I think it's a decreasing mode. So what we expect out of this is the explosiveness in your body. So what happens is നമ്മൾ 21 ചെയ്യുമ്പോൾ നമ്മുടെ body tired ആവുന്ന നമ്മൾ വിചാരിക്കും. Yes. But your mind, you have to train your mind to say that it's only 15 reps, so you need to go faster. So you will get explosive. That's why I said your lung capacity will get better. You start breathing properly. Your breathing format gets better. How is my lung capacity now? Yours is good. Oh, that's good. കേൾക്കുന്ന കുറച്ച് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും lung capacity നെ പറ്റി. I think they get me. So actually എനിക്ക് കാര്യത്തിൽ ചോദിക്കാനുള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് posterior deltoid, like front deltoidന്റെ portion ആയിരുന്നു. Correct. But the way we hang the weight. Yeah. അതൊരു ഫുൾ ബോഡിക്ക് വരുന്ന ഒരു പോർഷൻ ആയിരുന്നു. ഒന്നുമില്ല, that is just a holding of your weight. So basically അതിന്റെ മെയിൻ വർക്കൗട്ട് എന്ന് പറയുന്നത് it's a push press ആണ്. Okay. That's basically for your deltoid. Yes. Then we are doing a clean squat. Correct. Like full squat using the proper dumbbell way. So from the top to bottom. Correct. Right. So it was like a full, like body it's not a full body workout, but ഏകദേശം very full body workout. It was nice. Let us see what's next. So what we are going to do next? So we're going to do about 10 deadlift. Simple. This is a very simple weight. Again we hear the same weight. ആ simple എന്ന് പറഞ്ഞ ടൈം നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ awesome ആയിട്ട്. Then 10 deadlift, then 10 burpees. Okay. Then we do 10 thrusters. That's with dumbbell. Okay. And then again 10 burpees. So all these 4 things have to be completed in 3 minutes. Deadlift 10. Burpees 10. Thrusters 10. Pinne burpees 10. So we completed the session. 3 minutes ആണെന്ന് തോന്നുന്നു. I think and you've done a great job actually. You too. Thank you for partnering with me. Actually
I wish to talk about. സംസാരിക്കുന്നത് കുറേ ഉണ്ട്. But again, we did the 3 set of this workout, and after doing 3 set, I'll tell you what happened next. But these continuous workouts, this is like a full body workout ആണ് അല്ലേ? Correct. So will പെണ്ണുങ്ങൾ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. അവരിപ്പോൾ ഞങ്ങളുടെ ഒരു വർക്കൗട്ടിൽ HIIT എന്ന് പറയുന്ന വർക്കൗട്ടിൽ 100 ബർപ്പി വരെയൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്. 100 burpees. 100 burpees. Actually burpees ഇവര് ചെയ്തത് പ്രോപ്പർ ആയിട്ടായിരുന്നു. ഞാൻ ചെയ്തത് നല്ല ഉടായ്പായിട്ടായിരുന്നു. ആ ബർപ്പീസ് എന്ന് പറയുന്നത് പുഷപ്പ് ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്ത പുഷപ്പ് ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞ 100 ബർപ്പീസ് ഒരു പുഷപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പുഷപ്പ് വെച്ചിട്ട് again ഞാൻ ആദ്യം പറഞ്ഞ ലേസി I can't do that. 100 burpees on a single അല്ലല്ല ഒറ്റയടിക്കല്ല. ത്രൂ ഔട്ട് ദ 1 hour ഓഫ് വർക്കൗട്ടിൽ നമ്മൾ ഒരു സ്ഥലത്ത് 20 ബർപ്പീസ് ചെയ്തു, ഇവിടെ 20, അവിടെ 20, ഇവിടെ 20. In total, you would have done 100 burpees. ഒരു മാസത്തിൽ തന്നെ അവരുടെ ഡയറ്റ് ആയിട്ടുണ്ടാവില്ലേ? Actually ഈ 100 burpees that's the point. നമ്മൾ ബേൺ ചെയ്യുന്ന കാലറീസും ഇൻടേക്ക് ചെയ്യുന്ന കാലറീസും തമ്മിൽ കുറേ ഡിഫറൻസ് ആണ്. എല്ലാവരും കാണേണ്ടതാണ്. ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ട് ഭക്ഷണം എങ്ങനെ കഴിക്കാൻ പറ്റും? പിന്നെ ഡെയിലി നല്ല വിശപ്പല്ലേ, നല്ലോണം കഴിക്കും. You eat so well. That's the whole idea. You should be able to eat really well. ഞാൻ വർക്കൗട്ട് ചെയ്താലും എൻ്റെ ഫുഡിൽ ഞാനത് പറയാ കുറയ്ക്കുക എന്നുള്ളതല്ല എൻ്റെ കോൺസെപ്റ്റ്. നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫുഡ് നമ്മൾ കഴിച്ചേ പറ്റൂ. ഇഫ് യു ഫീലിംഗ് ഹംഗ്രി യു ഷുഡ് ഹാവ് ഇറ്റ്. നമ്മൾ പറയുന്നത് അയ്യോ ഞാൻ 12 മണിക്കൂർ കഴിഞ്ഞേ കഴിക്കുള്ളൂ, പക്ഷേ എനിക്കിപ്പോൾ വിശക്കണു acidity ആണെന്ന് പറഞ്ഞാൽ കഴിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല. വിൽ ഹാവ് ടു ഹാവ് ഫുഡ്. Anyway, it was really an awesome workout session. Actually, the ladies, first of all, they also always have the priority. And in the fitness also, men can't beat them again. Oh, of course. No. Because you people are struggling too much and doing the workout on a proper way. That is important, yes. Your body goes through a lot of changes. So that definitely, we need to keep ourselves fit. So this lady deserves an awesome clap from our side, from our team. Thank you so much. So, and it was really nice, and we will have a chat after a short time. Sure. Okay. Yeah. So it was an awesome workout session, and again, thank you so much. My pleasure. Really challenging day in here, actually. Every workout, correct, too painful also. And you are doing this for both men and women, right? Absolutely. How they are reacting? Oh, they that very moment അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ആഫ്റ്റർ ദ വർക്കൗട്ട് ആ ഫീലിംഗ് കാണാൻ വേണ്ടിയിട്ടാണ് വി ഗെറ്റ് ദം ത്രൂ ദറ്റ് വർക്കൗട്ട്. ബിക്കോസ് ആഫ്റ്റർ വർക്കൗട്ട് ഫീലിംഗ് ഇസ് ബ്യൂട്ടിഫുൾ. യെസ്, ബിക്കോസ് ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തു ബിക്കോസ് ഐ വാസ് സ്വെറ്റിംഗ് ലൈക്ക് ഹെൽ. ആ വർക്കൗട്ടിൻ്റെ എനിക്ക് തോന്നിയത് അധികം ജിമ്മ് ഫുള്ള് ഓടി നടക്കുന്ന വർക്കൗട്ട് ഒന്നും ഉണ്ടായില്ല. ഒരു സ്ഥലത്ത് നിന്ന് വെറും 20 മിനിറ്റിൽ അത് കറക്റ്റായിട്ട് ചെയ്യുക. ഷോർട്ട് പീരീഡിൽ. എനിവേ ദാറ്റ് വാസ് ഓസം വർക്കൗട്ട്. ആൻഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അതെല്ലാവർക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം, വാട്ട്സ് എ സീക്രട്ട് ഡയറ്റ്? ആക്ച്വലി യു വാസ് ടു എനർജറ്റിക് ആൻഡ് ദ വേ യു ടേക്കിംഗ് ദ ബർപ്പീസ്, ഐ തിങ്ക് ഞാനവിടെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ 2 ചെയ്യുമ്പോൾ ഞാൻ 1 മാറി. ബിക്കോസ് it's actually through the diet and secret പറയുന്നതിന് മുമ്പ് the burpee actually അതിൻ്റെ ഒരു പ്രാക്ടീസ് ബേസിസിലാണ് you actually get your lung capacity better. So as you can breathe properly through workouts, അങ്ങനെയാണ് നമ്മുടെ വർക്കൗട്ട്സ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. ഡയറ്റ് എനിക്ക് സീക്രട്ട് ആയിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാര്യമായിട്ട് പറയാണ്, എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ബിക്കോസ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡ് എനിക്ക് കഴിക്കാൻ നിർബന്ധമാണ്. കാരണം ഞാൻ ഒരുപാട് കാലറീസ് ബേൺ ചെയ്യുന്ന ഒരാളാണ്. ലെറ്റസ് ഡാൻസ് കാർഡിയോ വാസ്കുലർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡാൻസ് കാർഡിയോ ആണ് എൻ്റെ പ്രിഫറൻസ്. അപ്പോൾ ആ വർക്കൗട്ട് ചെയ്യുന്ന ആൾ കാർബോഹൈഡ്രേറ്റ്സ് ഒരിക്കലും മിസ് ചെയ്യരുത്. സോ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ള ഭക്ഷണം എല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. പുട്ട, അപ്പം, ചോറ് എല്ലാം. എന്നാലും ചില ആൾക്കാരൊക്കെ പറയാണ്ടല്ലോ, ഞങ്ങൾ ഇന്നത് കഴിക്കുമ്പോഴാണ്. മുട്ടയാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്, ടു ബി വെരി ഫ്രാങ്ക്. സോ പ്രോബബ്ലി അതായിരിക്കാം my secret ingredient that I add to all other food. Because egg, the protein factor is basically egg for me. ഞാൻ വേറെ ഒന്നും കഴിക്കാറില്ല. ഞാൻ എഗ്ഗാണ് എൻ്റെ ബേസിക്. നോൺ വെജ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ബേസിക് നോൺ വെജ്. വേറെ ബാക്കിയെല്ലാം ഇറ്റ്സ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. ഷീസ് എ ക്ലീൻ വെജിറ്റേറിയൻ. ചിങ്ങിലൊക്കെ തട്ടിക്കേറ്റിട്ട് പോലും പറ്റണില്ല. And she is getting that, and that's a really awesome job. So what's the best tip you can give to a man and a woman? Because both are different physique and their life. See, one trend that I have seen is people work out in isolation. That is, abs in workout
എന്താ പറയുക യുവർ ബൈസെപ്സ് വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ വർക്കൗട്ട് ചെയ്യുക. ഡോണ്ട് വർക്കൗട്ട് ഇൻ ഐസൊലേഷൻ. ആരായാലും വിമൻ ആയാലും മെൻ ആയാലും മേക്ക് ഷുവർ യു വർക്കൗട്ട് ഫോർ യുവർ ഹോൾ ബോഡി, ടോട്ടൽ ബോഡി വർക്കൗട്ട് ഡെയിലി ഇൻ വിച്ച് എവർ ഫോമാറ്റ് നിങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന വർക്കൗട്ടാണോ അതിൽ ഇൻവോൾവ് ആവുക. സോ ഇഫ് യു ഹാവ് എ മോണോട്ടോണസ് കൈൻഡ് ഓഫ് എ വർക്കൗട്ട് ഓൺ എ ഡെയിലി ബേസിസ്, അറ്റ് ദി എൻഡ് ഓഫ് ദ വീക്ക് മേ ബി ഗെറ്റ് ഇൻവോൾവ് ഇൻ സം സ്പോർട്ട്, ലൈക്ക് ഫുട്ബോൾ കളിക്കാൻ പോവുക, അല്ലെങ്കിൽ വോളിബോൾ, അല്ലെങ്കിൽ സൈക്ലിംഗ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തെങ്കിലും ബാഡ്മിൻ്റൺ. സോ മേക്ക് എ കോമ്പിനേഷൻ ഓഫ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് വുഡ് ബി മൈ സജഷൻ. നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ഫിറ്റ്നസ്സിലേക്ക് കയറി ഭയങ്കര ഹാർഡ് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മേക്ക് ഷുവർ ടു compensate with some sports. Okay. So that is my kind of a tip, because I can see somebody, men getting into fitness ഭയങ്കര ഹാർഡ് കോർ ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ, അവർ വേറെ ഒന്നും ചെയ്യില്ല. ബട്ട് അവർക്ക് കുറച്ച് സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു വേൾഡിലേക്കും കൂടെ അവർ വരണം. മെൻ ഫിറ്റ്നസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡ് കോറാണ്. സോ ദേ ഷുഡ് ഓൾസോ ഗെറ്റ് ഇൻ ടു സം ഫൺ എലിമെന്റ്. സോ ദാറ്റ് to all the men here, ഇത്തിരി കളർഫുൾ ആക്കാൻ പറ്റിയ വർക്കൗട്ടാണിത്. ബിക്കോസ് നമ്മളുടെയൊക്കെ ലൈഫ് സ്റ്റൈലിൽ ജിം എന്ന് പറയുന്ന ഒരു ഇരുണ്ട സ്ഥലത്തിൽ നിന്ന് കുറച്ച് കളർഫുൾ ആയ swagger. Absolutely. So, swagger. swagger. You get everything. So then it was really an awesome, and we really love the sessions, and I really promise people will love this, because എല്ലാ എലമെന്റ് വർക്കൗട്ട്സിലെ എല്ലാ എലമെന്റ്സും അടങ്ങിയ ഒരു കോമ്പിനേഷൻ ഓഫ് വർക്കൗട്ട്സ് ആയിരുന്നു ഇവിടുത്തെ. ആൻഡ് വി ആർ റിയലി ലക്കി ടു ഹാവ് യു ഹിയർ, ആൻഡ് താങ്ക് യു സോ മച്ച്. Pleasure. So it was an awesome session with Purnima Vishwanath, and we are really thankful for the awesome session. Thank you. And to all the people, gym matramalla, just open the world to all the fitness, and here she is. Then again, once again, thank you so much. Pleasure. And so we are signing out. I am Paul. See you on the next episode. Bye.